നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന സ്റ്റിക്മാൻ പാർട്ടി ഗെയിമാണ്. അന്നേരം എൻ്റെ കൂടെ ഹരിയുണ്ട്, ഞാനും ഉണ്ട്. അന്നേരം നമുക്ക് അധികം പറയാനൊന്നുമില്ല, കളി ഇറങ്ങാം. ഒരു അഡ്വഞ്ചർ ഉണ്ട്, ആദ്യം തന്നെ തുടങ്ങിയേക്കാം. നിങ്ങളിത് കേട്ടുകൊള്ളു, നല്ലൊരു ഗെയിമാണ്. 2 പ്ലെയർ. 2 പ്ലെയർ ആണ്. പക്ഷെ നമ്മൾ 4 പ്ലെയർ വരെ ഉണ്ട്. ഇതാ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഇപ്പം ഇതിൽ കണ്ടോ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 പ്ലെയർ കണ്ട നമ്പർ ഓഫ് പ്ലേയേഴ്സ്. 2 കൊടുത്താൽ 2 ആൾക്ക് കളിക്കാം, 3 കൊടുത്താൽ 3 ആൾക്കാർക്ക്, 1 കൊടുത്താൽ ഒറ്റയാൾക്ക്, 4 കൊടുത്താൽ എല്ലാവർക്കും കളിക്കാം. നമ്മൾ കുറേ ടൈപ്പ് ഓഫ് കളി ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും ആദ്യം വെക്കുന്ന കളിയാണ് ഗോസ്റ്റ് അറ്റാക്ക്. ആദ്യം തന്നെ കാണാം ഗോസ്റ്റ് അറ്റാക്ക്, പിന്നെ സ്റ്റിക്മാൻ റണ്ണ്, ഇങ്ങനെ കുറേ കളികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളി വെക്കാം. നിങ്ങൾ ഫാസ്റ്റ് ബോട്ട് അധികം കളിക്കാൻ നിൽക്കണം. ടച്ച് ചിലപ്പം പോവും. പിന്നെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയുള്ള അടി കണ്ടോ, ഏറ്റവും അടിയുള്ള 1 2 3 4 5 എണ്ണമാണ് പുതിയ ഗെയിംസ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ മറ്റേ ലാൻഡ്നൈറ്റിൻ്റെ ഗ്രാനൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതും, പിന്നെ എക്സ്പ്ലോസീവ് ടെന്നീസും. ഫ്രൂട്ട് കുഴപ്പമില്ല, വലിയ രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ പ്രിസൺ ബ്രേക്കും പൊളി കളിയാണ്. റോബോട്ടിനെ രക്ഷപ്പെടുകയാണ്. അന്നേരം നമുക്ക് ഒരു ക്യുക്ക് ഗെയിം കളിക്കാം. ആദ്യം തന്നെ നമുക്കിപ്പോൾ ഒരു സെറ്റിലേക്ക് പോയി കുറച്ച് സൗണ്ട് വർക്കട്ടെ, ഇത് കുറച്ച് ശല്യമാണ്. നമുക്ക് ആദ്യം തന്നെ ഗോസ്റ്റ് അറ്റാക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് എൻ്റെ കൂടെ ഹൈഗോന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം 3 മാപ്പ് ഉണ്ടായാലും നമുക്ക് ആദ്യത്തെ മാപ്പ് ആദ്യം കാണിച്ചു തരാം. ഗൈസ്, അത് സൗണ്ട് കുറച്ച് കൂടിപ്പോയി. അങ്ങനെ കുറക്കട്ടെ, 2 ഓഫാക്കിക്ക് ഒരു സൗണ്ടും ഉണ്ടാവില്ല. ഇത് തന്നെ കളിക്കാം. ഇതിലെന്ന് പറഞ്ഞാൽ പേദം നമ്മളെ വയ്യനെ വരും. കണ്ടോ, പച്ചനെ പിടിച്ച് മഞ്ഞനെ പിടിച്ച് ഇനി കണ്ടോ. അപ്പം ചോപ്പിനെ പിടിക്കാൻ പോകും. ചോപ്പാണ് ഹരിഗോന്ത്, ബ്ലൂ ആണ് ഞാൻ കേട്ടോ, എന്ന് പറഞ്ഞാൽ അക്ഷത്. കണ്ടോ 3 എണ്ണോനെ പോയി പോകാൻ പിടിച്ചപ്പോൾ ഞാൻ ജയിച്ച്. കണ്ടോ പേര് അക്ഷത്. അങ്ങ് സേവ് ആക്കാം പേരൊക്കെ. മെനു പോവാ ഇഷ്ടമല്ല. നമ്മളിനി റോബോട്ട് കളി കാണിച്ചു തരാം. മറ്റേ പ്രിസൺ ബ്രേക്ക് എന്ന് പറഞ്ഞ കളി, അതിലും ഹരിഗോന്ത് കളിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കളി പറഞ്ഞുതരാം. നമ്മൾ ആദ്യതാ എൻ്റെ കളി നോക്കും. ഞാൻ ഇപ്പോൾ കീ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ എൻ്റെ കളി നോക്കും. ഞാൻ ഇപ്പോൾ കീ എടുത്ത് റോബോട്ടിൻ്റെ വൈന വരുന്നുണ്ടോ കണ്ടോ. ഇപ്പോൾ റോബോട്ട് 2 അപ്പുറത്ത് പോയപ്പോൾ ഞാൻ കീ പോയി എൻ്റെ സ്ഥലത്ത് വെച്ച്. അത് പൊട്ട റോബോട്ടാട്ടോ, എന്നെ പിടിക്കുന്നില്ല. കണ്ടോ, ഇപ്പോൾ റോബോട്ടിൻ്റെ താഴെ അങ്ങോട്ട് പോയി സമയത്ത് ഞാൻ കീ എടുത്ത് നേരെ ഇങ്ങനെ പോവും. 2 കീയും ഞാൻ വെച്ച് എസ്കേപ്പായി. ഇത്രയേ ഉള്ളൂ കളി. അന്നേരം ഹരിഗോന്തിൻ്റെ ഒരു കീ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കീയോ എടുത്ത് സമയത്ത് റോബോട്ട് പിടിച്ചു. അന്നേരം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ടൂർണമെൻ്റ് ഉണ്ട്. ടൂർണമെൻറ്റിൽ റാൻഡ് ഉണ്ട്, 4 പ്ലെയർ ഉണ്ട്, ടാങ്ക് ബാറ്റിൽ ഉണ്ട്. അധികം ചാമ്പ്യൻ നമ്മൾ കളിക്കില്ല. അന്നേരം നമുക്ക് ഇഷ്ടമുള്ള വെക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 5 എടുക്കാം. ആദ്യം 5 ഇഷ്ടമുള്ള ഇതൊക്കെ സെലക്ട് ചെയ്യാം. ആദ്യം ഗോസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ മണിയെ സെലക്ട് ചെയ്തു. ഇത്ര സെലക്ട് കേട്ടോ. പിന്നെ ഇതും സെലക്ട് ചെയ്തു. മാഗ്നറ്റും സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു. നമ്മൾ ടൂർണമെൻറ്റ് സെലക്ട് ചെയ്താൽ മാറ്റി തന്നെ വരുന്നു. ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ അതന്നെ വരും. അപ്പോൾ അരിഗോന്തിൻ്റെ വയ്യനെയാണ് പിടിക്കുന്ന ചോപ്പിൻ്റെ. നമ്മളില്ലേ ബാക്കിൽ ഇങ്ങനെ കണ്ടോ എന്തൊക്കെയോ വരുന്നത്, മറ്റേ ചുവന്ന സ്റ്റിക്മാൻ പാർട്ടിയിൽ നിന്ന് വരുന്നുണ്ടോ, നമ്മൾ സെലക്ട് ആക്കിയതാണ്. അങ്ങനെയാണ് നമ്മൾ ടൂർണമെൻറ്റിൽ. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചത്തിക്കുണ്ടെങ്കിൽ ഇതിൽ ഒരു കുറേ ആൾക്കാരെ ഇതെത്രയാന്ന് കാണിച്ചു തരും. കണ്ടോ, അരിഗോന്തിനപ്പോൾ 3 പോയിൻ്റ്, എനിക്ക് 2 പോയിൻ്റ്. പച്ചയ്ക്ക് 0. ചില സമയത്ത് ഓരോ ഇങ്ങനെ ഇതൊക്കെ കാണിക്കും, ഓരോരോ തക്കാളിയൊക്കെ എറിഞ്ഞിട്ട് കാണിക്കും. ചില സമയത്ത് തോറ്റിക്കുണ്ടേൽ കേട്ടോ, തോറ്റിക്കുണ്ടേൽ ഇങ്ങനെ ഓരോന്ന് കാണിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഫുള്ളാക്കണം. ചില പൊട്ടന്മാരില്ലേ ഓരെടുത്തിട്ട് നമ്മളെ ബാങ്ക് കൊണ്ടിടും, മനസ്സിലായോ. നമ്മളെ ഐഡിയ എന്താ വെച്ചാൽ ഒരിടും സമയത്ത് നമ്മൾ പോയി എടുക്കുക, ഒരിട്ടയിൽ പോയി എടുത്തിട്ട് നമ്മളെ പോയി ഇടുക. ഇത്രയേ ഉള്ളൂ. എടുക്കില്ല, അടിൻ്റെ എടുക്കല്ലടാ. അന്നേരം ഒരു കോയം പോലും ഇല്ല. 2 കണ്ടോ പോയിന്റ് നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾ നോക്കുക താഴെ കണ്ടോ പോയിന്റ് കാണാം. കണ്ടോ ഒരു പൈസ എറിഞ്ഞുണ്ടോ. അങ്ങനെ ഓരോരോ ഇതൊക്കെ കളിയും. ചിലവർക്ക് ചിലപ്പോൾ തക്കാളി എറിയും, പിന്നെ എന്തോ ഊതുന്ന സാധനമൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കും.
ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ ഉണ്ടെടുക്കുക. ഓഹോ ഉണ്ടെടുക്കുക. നമ്മൾ ഉണ്ടെടുത്തിട്ട് ഇപ്പം ഈ മോൺസ്റ്റർ കണ്ടോ നടുവിൽ നിൽക്കുന്ന ഓനെ വെടിവെച്ചിട്ടുണ്ടേ ഓൻ എണീക്കുന്നു കണ്ടോ ഇങ്ങനെ കറങ്ങും. എന്നിട്ട് നമ്മൾ എന്താ കളി എന്ന് വെച്ചാൽ മാക്സിമം ആൾക്കാരെ കൊല്ലാൻ നോക്കുക. അത്രേ ഉള്ളൂ. ആൾക്കാർ നമ്മളെ അടുത്തോട്ട് ഇങ്ങനെ വരും, നമ്മളവരെയൊക്കെ കൊല്ലാൻ നിൽക്കുക. അതാണ് കളി. അവരെല്ലാവരെയും കൊല്ലുക, വരുന്നവരെയൊക്കെ കൊല്ലുക. അത്രേ ഉള്ളൂ. നമ്മളെടുത്ത് വരുന്നവരെയൊക്കെ കൊല്ലുക. വേണം നമുക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ മോൺസ്റ്ററിനെ എണീപ്പിക്കുക. നമ്മളെടുത്തുനിന്ന് ഒരങ്ങ് പോയി കാട്ടും. മഞ്ഞേനെ ഞാൻ കൊന്ന്. ആ കണ്ടോ മഞ്ഞേനെ പോകാൻ കൊന്ന്. ഹൗ ഇന്നപ്പോൾ മോൺസ്റ്റർ കൊല്ലു. കണ്ടോ ഇങ്ങനെ എണീച്ച സ്ഥലത്ത് തന്നെ എണീച്ച് നമ്മളെ മേത്തും കൊടുക്കും. നമ്മൾ വെടിവെച്ച് റീബൗണ്ടൊക്കെ വരും. നല്ല ബെസ്റ്റ് കളിയായിട്ട് എനിക്ക് തോന്നുന്നത് സ്റ്റിക്മാൻ പറഞ്ഞു. പിന്നെ വേറൊരു കളിയുണ്ട് സ്റ്റിക്മാൻ. അത് ചിലപ്പോൾ അടുത്ത ചാനലല്ല അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതാണ് വേറെ കളി. ഇതെന്ന് പറഞ്ഞാൽ ഓരോ കാന്തം കണ്ടോ അത് പോയിടുക. ഈ മഞ്ഞ സാധനം വെച്ചാൽ കുറേ പോയിന്റ് ഇട്ടു കണ്ടോ, 50 പോയിന്റ് ഇട്ടു. സാധാ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ 35 കിട്ടും. മറ്റേ ഇട്ടിട്ടുണ്ടെങ്കിൽ 50 ആട്ടല്ലേ. അറിയില്ല, ചില പൊട്ടന്മാർ നമ്മളതിലിട്ടരും. എന്താണെന്നറിയില്ല. അതന്നെ ബോംബ് ഇടൂ. ചില പൊണ്ടന്മാർ ഇത് ഇട്ടരും, രണ്ടും ഇട്ടരും. ബോംബ് ഇട്ടരും, എല്ലാം ഇട്ടരും. നമുക്ക് നല്ല ചങ്ങായിമാരാ. നമുക്ക് വേണമെങ്കിൽ ഇല്ലേ ബോംബ് ഇട്ട് ബാക്കിയുള്ളവരെ എഴുതാം. അന്നേരം ഓരോ പോയിന്റ് കുറയും. 100 മൈനസ് ആവും. ഇതിലിപ്പോൾ ലീഡിങ് ആരിയാണ് കണ്ടോ. ഞാൻ ഇപ്പം മണി വെക്കുന്നുണ്ടോ. അങ്ങനെയാണ് കണ്ടോ ഓരോരോ സിക്കേഴ്സ് കാണിക്കുന്നത്. അങ്ങനെയാണ് കളി. പിന്നെ നമ്മളെ റോബോട്ട് കളി വന്നിരിക്കുകയാണ്. റോബോട്ട് ചോന കഴിച്ചെത്താണ് നമ്മൾ ചാവട്ടോ. നമ്മളെടുത്തോട്ട് ഓടി വരികയാണ് നമ്മൾ ചത്ത്. ഇത്രേ ഉള്ളൂ. റോബോട്ട് പോകുമ്പോൾ നമ്മളെ സ്ഥലത്തോട്ട് പോവാം. എൻ്റെ കളർ മഞ്ഞ ഇതല്ലേ ബ്ലൂ. ആ സമയത്ത് ബ്ലൂവിൻ്റെ അടുത്തോട്ട് പോവുക. ജയിച്ചു. എൻ്റെ ഒരു കോയം കൂടി എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. അപ്പോൾ ലീഡിങ് ഇപ്പോഴും ഹരിയാണ്. എനിക്കിപ്പോൾ 11. ഞാൻ ജയിച്ചു ഗായ്സ്. ലാസ്റ്റ് കളി ഞാൻ തോന്നുന്നറിയില്ല. ലാസ്റ്റ് കളി ജയിച്ചു. ചില സമയത്ത് അവൻ്റെ കയ്യിൽ കപ്പൊക്കെ ഉണ്ടാവും. എന്താ അറിയില്ല. നമുക്ക് അഡ്വഞ്ചറിന് കളിച്ചാലോ? ഏതാ കളി? കുറച്ച് സൗണ്ട് കൂട്ടിക്കോളാം. സൗണ്ട് ചെയ്യാണ്ട് സുഖയാ. നമുക്ക് സൗണ്ട് കുറച്ച് കൂട്ടാം. ഇതാ നമ്മളെ പാട്ട്. നമ്മുടെ കയ്യിൽ സബ് ഉണ്ട്, അതുകൊണ്ടാണ്. സബ് നമ്മൾ കാണിച്ചു ഒരു വീഡിയോയിൽ. നമ്മൾ അഡ്വഞ്ചർ കളിക്കാം. അഡ്വഞ്ചർ അത് വേണ്ട. അന്നേരം നമുക്ക് ഇനി ഇത് കളി നമ്മൾ കളിച്ചില്ലല്ലോ. കളി ഇത് കളിച്ചാ പോലീസ് സ്റ്റേഷനാണ് ഇത് കളി. നമ്മളെ പോലീസ് അടിച്ചാൻ പറ്റും. സൗണ്ട് കൂടിപ്പോന്ന് ഗായ്സ്. ഇവിടെ എല്ലാവരും സബ് ഉണ്ട് ഗായ്സ്. അതാണ്. അന്നേരം സൗണ്ട് തൽക്കാലത്തേക്ക് ഇത്രയാക്കാം. അപ്പോൾ സൗണ്ടൊക്കെ കുറച്ചാക്കി. ഇപ്പോൾ ഹരിനെയാണ് പിടിക്കാൻ പോകുന്നത്. ഹരി പോയി. അതാ എല്ലാവരും പോയിരിക്കുക. നമ്മൾ രണ്ടാളെയും ഞാൻ പോയി. മഞ്ഞ ജയിച്ചു. മഞ്ഞ കമ്പ്യൂട്ടറാണ്. മഞ്ഞ കമ്പ്യൂട്ടറാണ്. മഞ്ഞയും പച്ചയും കമ്പ്യൂട്ടറാണ്. ഗായ്സിന്റെ ഡ്രിഫ്റ്റിങ് കണ്ടോളൂ. ചോപ്പിന്റെ ഡ്രിഫ്റ്റിങ് അതാ. പിന്നും ഞാൻ ഇറങ്ങുന്നു. ഞാൻ ചത്തു. പച്ച ജയിച്ചു. ഇനി അടുത്ത കളിയിലാണ് ജയിക്കാൻ നോക്കുക. ഇപ്രാവശ്യം 2 ബോട്ടുകൾ ജയിച്ചിരിക്കും. ബോട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ജയിച്ചിരിക്കുകയാണ്. ഇനി ആരാ ജയിക്കാൻ നോക്കാം ഗായ്സ്. മഞ്ഞൻ്റെ അടുത്ത് പോയി ഓൻ ഔട്ടാക്കാൻ നോക്ക്. ഔട്ടാക്കാം. ഇനി ഞാൻ ഔട്ടാവാൻ പോവില്ല. എന്നെ പിടിക്കാനും പോവില്ല. എന്നെ ഗായ്സ് ഇത് എപ്പം തീരാനാണെന്നറിയാം. തൽക്കാലത്തേക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇല്ല തീരൂല. നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ അടുത്ത ഏത് കളിയാച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ എന്തായാലും കളിച്ചിട്ടിരിക്കും. പക്ഷേ MB കൂടുതലുള്ള പറയാൻ പറ്റൂല. കാരണം നമുക്ക് കയറൂല ഗൈസ് കളി. 2 മാപ്പ് ഉണ്ട്. നമുക്ക് കളിക്കാം. തൽക്കാലത്തേക്ക് ആദ്യത്തെ മാപ്പ് നമ്മൾ കളിക്കാം. കരാട്ടയാണ് ഫസ്റ്റത്തെ. നമ്മൾ കയ്യും കാലുണ്ടൊക്കെ കേട്ടോ അടി. നമ്മളെ മേത്ത് ഒടുങ്ങിയിട്ട് നമ്മൾ ചാവും. കണ്ടോ മഞ്ഞേൻ്റെ ലൈഫ് കണ്ടോ. നിങ്ങൾ മേലെ നോക്ക്.
മഞ്ഞൻ്റെ ഒക്കെ നമുക്ക് തീർന്ന് കണ്ടോ എൻ്റെ കണ്ടോ ചോപ്പായാലും നമുക്ക് ആരെ വേണി അടിക്കുക നമ്മളെ ഫ്രണ്ടിനെയോ ആരെ നമ്മളെ കൂടെ കളിക്കുന്നത് ഓരെല്ലാവരും നമുക്ക് അടിക്കുക ഓരെല്ലാവരും നമുക്ക് അടിക്കുക ഞാനും തീർന്ന ഇനി ചുവപ്പും പച്ചയാണ് അരിയും പിന്നെ ഏതോ കമ്പ്യൂട്ടറും ചുവപ്പിൻ്റെ ലൈഫും അങ്ങനെ ചുവപ്പ് ജയിച്ചിരിക്കുകയാണ് ഓരോ കളിയും ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം പിന്നെ ഇനിയിപ്പോൾ ഏതാ പരിചയപ്പെടുത്തുക ഇത് കളിച്ചു നോക്കാം നമുക്ക് ഇത് നല്ല പാട്ട് കിട്ടും എനിക്കപ്പോൾ മൈക്ക് ആദ്യം കിട്ടി അന്നേരം നമ്മൾ ഇങ്ങനെ പോയി എടുക്കുക കുറേ സമയം എടുക്കുന്ന ഓർക്കാണ് മാക്സിമം പോയിന്റ് കിട്ടുക എൻ്റെ പാട്ട് കണ്ട ഒരു വൃത്തിയുടെ പാട്ടാണ് ചിരപ്പ് ചിരപ്പോ ചിരപ്പ് ചിരപ്പോ പൊട്ടന്മാരാണ് ഗൈസ് ഞാൻ കുറേ സമയം ലീഡിങ് ആണ് ഞാൻ കുറേ സമയം എനിക്ക് നോക്ക് 147 ഫുൾ എനിക്കാ കിട്ടിയ ഗൈസ് ഇനി ഹരി എന്തോ ഒരു ഗെയിം പറഞ്ഞു അതേതാ ട്രഷറാണ് ട്രഷർ നമ്മൾ ട്രഷർ കണ്ടെത്തണം അത്രേ ഉള്ളൂ അങ്ങനെ കണ്ടുപിടിച്ച് പോവുക ഞാനാണ് ആദ്യം കണ്ടെത്തിയത് ഹരിക്ക് ഇവിടെ എത്തി ഞാൻ ഹരീൻ്റെ ഇത് കണ്ട് വഴി ഞാൻ എന്താണെന്ന് അറിയില്ല അവൻ കണ്ടില്ല എടാ ആരോ ജയിച്ച് എടാ ഹരി ജയിച്ച് അതാ ഒരു കളി ഞാൻ ജയിച്ചു ഒരു കളി ഹരിയും ജയിച്ച് ഇനി വാരം എല്ലാം പറഞ്ഞ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കുറേ 1 2 3 4 5 മാപ്സൊക്കെ ഉണ്ട് ഇഷ്ടമുള്ള കളി ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കാരണം റോക്കറ്റൊക്കെ പോകുന്നത് ഭയങ്കര നീളലാണ് രണ്ടാമത്തെ ഒരു വാഴയുള്ള ആ സ്ഥലം കുഴപ്പമില്ല നമുക്ക് പിന്നെ അമർത്തി ഏതിലൊക്കെ ഉണ്ടെങ്കിൽ കപ്സ് ഫോർ വിക്ടറി ഉണ്ടോ 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് 5 വരെ നമുക്ക് മാക്സിമം ഉള്ളു പിന്നെ 4 3 അങ്ങനെ 1 ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ 2 ആളുണ്ടാകുമ്പോൾ 2 വെക്കുന്ന കുറച്ചും കൂടി സിമ്പിൾ തോന്നും 3 ആളുണ്ടപ്പോൾ 3 വെച്ചോ എല്ലാവർക്കും കപ്പ് കിട്ടുമല്ലോ എന്നാലും അങ്ങനെയൊക്കെയാണ് കളി പിന്നെ നിങ്ങൾ അടുത്ത കളി ചിലപ്പോൾ അഡ്വഞ്ചർ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കളി പറഞ്ഞാൽ നമ്മൾ ചെയ്യാം കമൻറ്റിൽ ഇട്ടാൽ മതി അടുത്ത കളിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അന്നേരം വേണമെന്നില്ലല്ലോ ബൈ എന്നാ ബൈ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ബൈ